പുതിയൊരു മൈൽ സ്റ്റോൺ കൂടി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ. അദ്ദേഹത്തിന്റെ ഒരു ഫ്ലോപ്പായ ചിത്രം വീണ്ടും റീമാസ്റ്റർ ചെയ്ത് റീ എഡിറ്റ് ചെയ്ത് റീ റിലീസ് ചെയ്തപ്പോൾ അതൊരു വമ്പൻ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നത്. ആദ്യ ദിനം ഒഴുകിയെത്തിയ ജനങ്ങളുടെ തിരക്ക് കാരണം തിയേറ്ററുകളുടെ എണ്ണം വരെ കൂട്ടിയിരിക്കുന്നു അണിയറ പ്രവർത്തകർ. 56-ൽ നിന്നും 100-ലേക്ക് തിയേറ്ററുകൾ എത്തിയിരിക്കുകയാണ് കേരളത്തിൽ. ദേവദൂതൻ പ്രദർശനത്തിന് എത്തിയിട്ട് 24 വർഷങ്ങളായി. ഇന്നലെ ദേവദൂതൻ വീണ്ടും പ്രദർശനത്തിനെത്തി. 2000-ൽ ഇറങ്ങിയ വൻ പരാജയമായ ചിത്രമായിരുന്നു ദേവദൂതൻ. വീണ്ടും എത്തിയപ്പോൾ ആഗോളതലത്തിൽ മോഹൻലാൽ നായകനായ ചിത്രം 50 ലക്ഷത്തിലധികം റിലീസ് കളക്ഷൻ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. രണ്ടാം തവണ കുറഞ്ഞ സ്ക്രീനിലാണ് ചിത്രം പ്രദർശനത്തിന് എത്തിയതെങ്കിലും പ്രേക്ഷകർ ആവേശത്തോടെയാണ് ഏറ്റെടുക്കുന്നത്. പുതിയ കാലത്ത് മോഹൻലാലിന്റെ ദേവദൂതൻ സിനിമ വൻ വിജയമാകുന്നതാണ് കാണുന്നത് എന്നതാണ് പ്രത്യേകത. പുതിയ കാലത്തെ സാങ്കേതിക പുതുക്കലുമായിട്ടാണ് ചിത്രം എത്തിയത്. സാങ്കേതിക തികവിൽ എത്തിയപ്പോൾ ശബ്ദത്തിന്റെ പ്രാധാന്യവും ചിത്രം കണ്ടവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകണം എന്നതും ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. ദേവദൂതൻ റീമാസ്റ്റർ ചെയ്ത് പ്രദർശനത്തിന് എത്തിയപ്പോൾ ചിത്രം കാണാൻ നിരവധി പേർ എത്തുന്നതെന്നാണ് പ്രത്യേകത. എന്നാൽ ചില മാറ്റങ്ങളോടെ തന്നെയാണ് ഈ ദേവദൂതൻ 4K വെർഷൻ എത്തിയിരിക്കുന്നത്. അരമണിക്കൂറോളം കട്ട് ചെയ്ത് മാറ്റിമറിച്ച മാറ്റങ്ങളോടുകൂടി വീണ്ടും വന്നപ്പോൾ എന്താ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് ഓരോ പ്രേക്ഷകനും എടുത്തു പറയുകയാണ്. ആസ്യരംഗങ്ങളും ഫൈറ്റുകൾ ഉൾപ്പെടെ അനിവാര്യമായ മാറ്റങ്ങൾ വരുത്തി മനോഹരമായ ആ പ്രണയകഥ മുൻനിർത്തിയാണ് ചിത്രം അവതരിപ്പിക്കുന്നത്. റിലീസ് സമയത്ത് തിയേറ്റർ എക്സ്പീരിയൻസ് നഷ്ടമായതിന്റെ വിഷമം മാറിക്കിട്ടി. സംഗീതത്തിന്റെ രാജാവായ വിദ്യാജിയെ മികച്ച കേൾവി അനുഭവത്തിലൂടെ അറിയാനും അലീനെയും നിഖിൻ മഹേഷിനെയും വിശാലിനെയും വീണ്ടും കണ്ടു. ഇവരെയൊക്കെ വീണ്ടും മികച്ച രീതിയിൽ അനുഭവിക്കാൻ കഴിഞ്ഞു. ഇത് തന്നെയായിരുന്നു ഓരോ പ്രേക്ഷകന്റെയും വാക്കുകൾ. കേരളത്തിലെ 56 തിയേറ്ററിലാണ് ചിത്രം ഇന്നലെ എത്തിയത്. പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും മികച്ച പ്രതികരണം ലഭിച്ചതോടെ കേരളത്തിലെ തിയേറ്ററുകളുടെ എണ്ണം 100-ലേക്ക് ഉയർത്തിയിരിക്കുകയാണ് നിർമ്മാതാക്കൾ. കോക്കേഴ്സ് മീഡിയ എന്റർടൈൻമെന്റ്സ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്ന കാര്യമാണിത്. കേരളത്തിന് പുറത്ത് കോയമ്പത്തൂർ, ചെന്നൈ, മുംബൈ, ഹൈദരാബാദ്, ദില്ലി, ബാംഗ്ലൂരു, മംഗളൂരു എന്നിവിടങ്ങളിലും ചിത്രത്തിന് റിലീസുണ്ട്. ഒപ്പം UAE-യിലും GCC-യിലും ചിത്രം വെള്ളിയാഴ്ച തന്നെ എത്തിയിട്ടുണ്ട്. എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും മികച്ച റെസ്പോൺസ്. അത് ഓരോ തിയേറ്ററുകാരും പറഞ്ഞുകൊണ്ട് എത്തിയപ്പോഴാണ് കൗതുകമാകുന്നതും. തിയേറ്ററുകാരുടെ വാക്കുകൾ കേൾക്കാം. തിരുവനന്തപുരത്തും എറണാകുളത്തും കോട്ടയത്തും അങ്ങനെ മെയിൻ സെന്ററുകളിലെല്ലാം ജനത്തിരക്കാണ്. അപ്പോഴാണ് തിരുവനന്തപുരം ഐറിസ് പ്ലസ് തിയേറ്ററിന്റെ ഒഫീഷ്യൽ പേജിൽ നിന്നും എത്തിയത്. ഞങ്ങൾ എക്സ്ട്രാ ഷോകൾ ദേവദൂതനു വേണ്ടി ആഡ് ചെയ്തിരിക്കുന്നു എന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. എക്സ്ട്രാ ഓർഡിനറി റെസ്പോൺസ് ആണ്, മാസീവ് ബുക്കിംഗ് ആണ് ചിത്രത്തിന് ലഭിക്കുന്നതെന്നും എക്സ്ട്രാ ഷോകൾ ആഡ് ചെയ്തിട്ടുണ്ട്, അതും സൺഡേയിലാണ് എക്സ്ട്രാ ഷോകൾ ആഡ് ചെയ്തിരിക്കുന്നത് എന്നെടുത്ത് പറയുകയാണ് അവർ. ഷോകളുടെ എണ്ണങ്ങൾ സഹിതം പറഞ്ഞുകൊണ്ട് അവർ എത്തി. ബുക്ക് മൈ ഷോയിൽ ആ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ആരാധകരും അത്ഭുതപ്പെട്ടു. ഡോൾബി അറ്റ്മോസ് 4K-യിൽ RGB ലേസർ സംവിധാനത്തോടുകൂടി ഉള്ള തിയേറ്ററിലാണ് എക്സ്ട്രാ ഷോകളും ആഡ് ചെയ്തിരിക്കുന്നത്. മാസീവ് റെസ്പോൺസ് ആണ് ചിത്രത്തിന് ലഭിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഷോകളും എക്സ്ട്രാ തിയേറ്ററുകളും ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ റിവ്യൂ ആണ് ചിത്രത്തിന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് തിയേറ്റർ കൂടുതൽ ആഡ് ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടുകയും ചെയ്തു. നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുന്നു അതിനനുസരിച്ചായിരിക്കും ദേവദൂതന്റെ തിയേറ്ററുകളുടെ എണ്ണം കൂടുതലാകുക. നിങ്ങളുടെ കേന്ദ്രങ്ങളിൽ ഇല്ലെങ്കിൽ അത് ഉടനെ വരും എന്നത്. അത് ഉടനെ വന്നുകൊണ്ടിരിക്കുകയാണ്. തിയേറ്ററുകളുടെ മുന്നിൽ ഹൗസ്ഫുൾ ബോർഡുകൾ തൂക്കിക്കഴിഞ്ഞു. ഹൗസ്ഫുൾ എന്ന തിയേറ്ററിന് മുന്നിലുള്ള ബോർഡ് കാണാൻ കുറെ നാളെടുത്തു. അതൊരു പഴയ മോഹൻലാൽ ചിത്രത്തിനായത് അത്ഭുതമാണ്. തൃശൂർ രാഗം തിയേറ്ററിൽ 747 സീറ്റുകളും ഫുള്ളായ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് പ്രേക്ഷകർ പോലും എത്തിയത്. മൂവി അനലിസ്റ്റുകൾ ഈ കാര്യങ്ങൾ പങ്കുവെച്ചപ്പോൾ അവരും അത്ഭുതപ്പെട്ടു. ഐറിസ് പ്ലസിലെ 700 സീറ്റുള്ള OD1 ആണ് നാളത്തെ എക്സ്ട്രാ ഷോകൾക്ക് വേണ്ടി ആഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഷോകളുടെ എണ്ണം കൂടുന്നു, തിയേറ്ററുകളുടെ എണ്ണം കൂടുന്നു. ഒരു റീ റിലീസ് ചിത്രത്തിന് ഗംഭീര റെസ്പോൺസ് കിട്ടുന്നു. ഇതൊക്കെ ആരെ കൊണ്ട് സാധിക്കും എന്നത് പ്രേക്ഷകർ ചോദിക്കുകയാണ്. തിയേറ്ററുകളുടെ മുന്നിൽ ലൈവ് കോൺസർട്ട് വരെ ദേവദൂതനു വേണ്ടി നടക്കുന്നു എന്നതും പ്രേക്ഷകരെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ പകർത്തി പ്രേക്ഷകർ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നുണ്ട്.